അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുർവാ സംഘത്തലവൻ കുരുവട്ടൂരി നൗഷാദിന് എന്ത് പറയണം, ഏത് പറയണം, ആരാവണം, എന്താവണം എന്നൊന്നും അറിയാത്ത വല്ലാത്തൊരവസ്ഥയിലാണ് നൗഷാദ് ഉള്ളത്. നൗഷാദിനെ പോലെ ഗതികെട്ടൊരു സാധനം ലോകത്ത് ഞാനിതുവരെ കണ്ടിട്ടില്ല. സംഘടനാ വിരുദ്ധ പ്രവർത്തനവും ദീനീ വിരുദ്ധ പ്രവർത്തനവും നടത്തിയതിന്റെ പേരിൽ നമ്മുടെ സംഘടനയിൽ നിന്ന് ചെവിക്ക് പിടിച്ചു പുറത്തിട്ടു. പിന്നെ നിൽക്കക്കള്ളിയില്ലാതെയായി. ജീവിക്കാൻ വകയില്ലാതെ ഒരുപാട് കാലം അലഞ്ഞു നടന്നു. SKSSFിലേക്ക് പോകാൻ ഒരു ശ്രമം നടത്തി നോക്കി. വേണ്ട പോലെ മൈലേജ് അവിടെ എത്തിയാൽ കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോ, വേണ്ട വിധത്തിലൊന്നും പണം അവിടെ നിന്ന് കിട്ടൂല എന്ന് തോന്നിയപ്പോ ചങ്ങാതി അവിടുന്ന് തടി സലാമത്താക്കി, ഞാൻ നിങ്ങളപ്പുറം തന്നെ കൂടാണോ, എനിക്ക് വേണ്ടി അച്ചടക്ക നടപടി എടുത്താലും വേണ്ടില്ല, എടുത്തില്ലേലും വേണ്ടില്ല, ഞങ്ങളെ കൂടെ തന്നെ നിൽക്കുകയാണ്, എനിക്ക് മൈക്കും കിട്ടിയാൽ മതി, പോരുന്നേരം കീശയിൽ നിറച്ചും കാശും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു. അവന്റെ സൂക്കേട് മനസ്സിലാക്കി വലിയ മൈൻഡ് കൊടുക്കാൻ പോയില്ല. അവനവന്റെ പാട്ടിന് വിട്ടു. തന്റെ വേലയൊന്നും നടക്കില്ല എന്ന് തോന്നിയപ്പോ വഹാബികളുമായി ചില നീക്കുപോക്കുകളൊക്കെ നടത്തി. വഹാബിസത്തിലേക്ക് അങ്ങനെ അങ്ങ് കയറി ചെല്ലാൻ പറ്റില്ലല്ലോ. കാരണം വഹാബിസത്തിനെതിരെ പറഞ്ഞ ക്ലിപ്പുകൾ യൂട്യൂബിലും മറ്റും കിട്ടുമല്ലോ. അതത്ര പെട്ടെന്ന് വഹാബികൾ മറക്കാനും തരയില്ല. സുന്നികളാകുന്ന നമ്മള് കളിയാക്കുകയും ചെയ്യും എന്ന് ബോധ്യപ്പെട്ട ഇവൻ വഹാബികളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കെതിരെ പറയുന്നതൊക്കെ മയപ്പെടുത്തി പറഞ്ഞോളാം, നിങ്ങളെ വളർത്താൻ ആവശ്യമായ സകല പൊട്ടത്തരങ്ങളും ഞാൻ വിളിച്ചു പറയും, നിങ്ങൾ എൻ്റെ വീഡിയോ ക്ലിപ്പാക്കിയിട്ട് സമസ്തക്കാരനിതാ ഇങ്ങനൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ആളങ്ങൾ കൂട്ടിക്കോളൂ, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, എനിക്ക് കിട്ടേണ്ടത് നിങ്ങൾ കിട്ടണം എന്ന് പറഞ്ഞപ്പോ വഹാബികൾക്ക് സന്തോഷായി. വഹാബിയക്കും അറിയാം, തലയെക്കെട്ട് കെട്ടാത്ത, നമ്മളെ കൊണ്ട് നടക്കാത്ത സംഗതികളൊക്കെ തലയെക്കെട്ട് കെട്ടിയ ഇവനെ കൊണ്ട് നടക്കും എന്ന് മനസ്സിലാക്കി അവന് വേണ്ട സംഗതികളൊക്കെ ഇവര് ചെയ്തു കൊടുക്കാൻ തുടങ്ങി. അതിനുള്ള ഫലവും ഇവർക്ക് കിട്ടിത്തുടങ്ങി. തുടക്കത്തിലൊക്കെ ഇവന്റെ പ്രസംഗം കേൾക്കാൻ, ഇവന്റെ ഈ വിഡ്ഢിത്തങ്ങൾ കേൾക്കാൻ, ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയൊക്കെ ചീത്ത വിളിക്കുന്നത് കേൾക്കാൻ നല്ല രസം തോന്നിയ വഹാബികളും മറ്റു കക്ഷികളൊക്കെ വളരെ സജീവമായിട്ട് തന്നെ ഇവന്റെ യൂട്യൂബ് ചാനലിന് റീച്ച് ഉണ്ടാക്കി കൊടുത്തു. ഓരോ ദിവസവും ലൈവിൽ ഞങ്ങൾക്ക് 600 ആളുണ്ട്, 700 ആളുണ്ട് എന്ന് പറഞ്ഞ് അവരെ ഗ്രൂപ്പിൽ ആഘോഷിക്കലാണ് പതിവ്. പിന്നെ ഇവൻ പറയുന്നതൊക്കെ വിഡ്ഢിത്താണെന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലായി. ആ വിഡ്ഢിത്തം തന്നെ എല്ലാ പ്രഭാഷണത്തിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നല്ലാതെ പുതിയതൊന്നും വരുന്ന കാണുന്നില്ല. അതോടുകൂടി ജനങ്ങൾക്ക് മടുത്തപ്പോ വഹാബിയക്കും മടുത്തു. അതോടുകൂടി ഇവന്റെ അവസ്ഥ പഴയ അവസ്ഥയിലേക്കുമായി. നൗഷാദ് പറഞ്ഞ ഏറ്റവും വലിയൊരു വിഡ്ഢിത്തം എല്ലാ പ്രഭാഷണത്തിലും വെക്കാറുള്ള ഒരു സംഗതിയാണ് അബ്ദുൽ ഹക്കീം ഉസ്താദിന്റെ ലെയ്സുമായി ബന്ധപ്പെട്ട പരാമർശം. അബ്ദുൽ ഹക്കീം ഉസ്താദ് കൊല്ലത്ത് ഇതുണ്ടാക്കുന്ന സ്ഥലത്ത് പോയപ്പോ മണ്ണെണ്ണ ശുദ്ധീകരിച്ച് പാചകം ചെയ്യാനുള്ള എണ്ണയാക്കി മാറ്റി ആ എണ്ണയിൽ പൊരിക്കുന്നത് ഹക്കീം ഉസ്താദ് നേരിട്ട് കണ്ടു. അത് പ്രഭാഷണത്തിലൂടെ പറഞ്ഞു. അത് കേട്ടപ്പോ നൗഷാദ് പൊട്ടനാണല്ലോ, സ്കൂളിലൊന്നും മര്യാദക്ക് പോയിട്ടുമില്ല, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലേയും താനും, അതുകൊണ്ട് തന്നെ വിവരമില്ല എന്നുള്ള വിവരമില്ലാത്തത് കൊണ്ട് ഇവന്റെ വിചാരം റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ നീല കളറുള്ള മണ്ണെണ്ണ ഉണ്ടല്ലോ, ആ മണ്ണെണ്ണ അങ്ങനെ തന്നെ ചട്ടിയിൽ വെച്ച് ലേസ് അതിലേക്ക് മുക്കിയിട്ട് പൊരിച്ചെടുക്കുക എന്നാ ഇവൻ വിചാരിച്ചത്. അതെങ്ങനാ ഞമ്മക്ക് തിന്നാൻ കഴിയുക, വാസനിച്ചാല് അങ്ങോട്ട് അടുക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ഇവന്റെ ചോദ്യം വന്നത്. ആ ചോദ്യം കേട്ടപ്പോ തന്നെ വിദ്യാഭ്യാസമുള്ള ബുദ്ധിയുള്ള ആളുകളൊക്കെ ചിരിച്ച് മണ്ണ് കപ്പി ഇവന്റെ വിവരക്കേട് ആലോചിച്ച്. യഥാർത്ഥത്തില് മണ്ണെണ്ണ ശുദ്ധീകരിച്ച് വെളുത്ത മണ്ണെണ്ണയായി മാറും, അതിന് മണമൊന്നും ഉണ്ടാവൂല. അങ്ങനെ പല കെമിക്കലൊക്കെ ചേർത്ത് മണ്ണെണ്ണ ശുദ്ധീകരിച്ചെടുക്കും. മണ്ണെണ്ണ ശുദ്ധീകരിച്ചാല് ലേസ് എന്ന് മാത്രല്ല പല ബേക്കറി സാധനങ്ങളും ആ മണ്ണെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് വിപണിയിലുള്ള വെളിച്ചെണ്ണകളിൽ അധികവും വാഹനത്തിന് ഉപയോഗിക്കുന്ന കരിയോയിലാണെന്ന വെളിപ്പെടുത്തലാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. പക്ഷി എണ്ണ എന്ന് പറയുന്നത് എഡിബിൾ ഓയിലാണ് ഇംഗ്ലീഷിലെ പറയുന്നത്. അപ്പൊ എഡിബിൾ ഓയിൽ എന്ന് പറയുന്നത് ഇപ്പൊ ആളുകൾ ഉപയോഗിക്കുന്നത് കെമിക്കൽ ഓയിലാണ്, സിന്തറ്റിക് ഓയിലാണ്. കാരണം സിന്തറ്റിക് ഓയിലാണ് ഈ പറയുന്ന പാരഫിൻ ഓയിൽ.
അതായത് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന കരി ഓയിൽ, അതായത് ഓയിൽ വേസ്റ്റേജിന് നമുക്ക് സിന്തറ്റിക് ഓയിൽ എന്ന് പറയാൻ പറ്റുള്ളൂ. അത് ഭക്ഷ്യ എണ്ണയല്ല. ആ എണ്ണയാണ് ഈ വെളിച്ചെണ്ണയിലെ ആളുകൾ മിക്സ് ചെയ്തിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് 110, 120 രൂപ എണ്ണയ്ക്ക് വരുള്ളൂ. ഫ്രണ്ട്സ്, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് വെക്കണം കേട്ടോ. കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ എന്നും കഴിക്കുന്നത് വിഷമാണ്. ഇപ്പോൾ നമ്മള് കടകളിൽ നിന്ന് മേടിക്കുന്ന എണ്ണക്കടികൾ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയിലല്ല. വെളിച്ചെണ്ണയിൽ ഒരിക്കലും എണ്ണക്കടി ഉണ്ടാക്കി വെക്കാൻ മുതലാവൂല, അത് സാധിക്കില്ല, അങ്ങനെ പതഞ്ഞു പോകും. കേട്ടില്ലേ? ഈ കരിയോലും കുടിച്ചുകൊണ്ടാണ് സ്റ്റേജുമ്മ കയറിയിട്ട് ലൈസുൽ ഉലമ എന്ന് വിളിച്ചുകൊണ്ട് സ്വയം ലൈസുൽ ഉലമയായി മാറുന്ന നൗഷാദിനെ നമ്മൾ കാണുന്നത്. കാരണം വിവരമില്ലാത്തതുകൊണ്ടാണ്. വിവരമില്ല എന്ന് മാത്രമല്ല, വിവരമില്ല എന്നുള്ള വിവരം ഇല്ലാത്തതുകൊണ്ടാണ്. അതോടുകൂടി ജനം ഇവനെ വലിച്ചെറിയാൻ തുടങ്ങി. കുരുവട്ടൂരുകൾക്ക് തന്നെ ഇവനോട് അറപ്പും വെറുപ്പുമായി തുടങ്ങി. അവരത് പുറത്തു കാണിക്കുന്നില്ല. കാരണം ഇവൻക്ക് കിട്ടുന്നതെന്ന് ചെറിയ ഒരു ഓഹരി അവർക്കും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പുറത്ത് കാണിക്കുന്നില്ല. പക്ഷേങ്കില് പണ്ട് കിട്ടും പോലെ ഇപ്പൊ ഫണ്ടൊന്നും കിട്ടാത്തതുകൊണ്ട് അവർക്ക് കൊടുക്കാനും കഴിയുന്നില്ല, ഇവനക്ക് തികയുന്നില്ല. അങ്ങനെയാണ് ചെറുപ്പയിൽ വെച്ചുകൊണ്ട് ഇവനൊരു പ്രഖ്യാപനം നടത്തിയത്. ഞാൻ നിങ്ങളെ കുറ്റമൊന്നും പറയില്ല, നമുക്ക് ഐക്യത്തോടു കൂടി പോകാം, പക്ഷേ സമസ്തയുടെ സ്വത്തൊക്കെ എനിക്ക് തരണം. സമസ്തയുടെ സ്വത്ത് ഇവന് കൊടുക്കാൻ, സമസ്ത ഇവന്റെ തറവാടോ സമസ്തയുടെ സ്വത്ത് ഇവന്റെ തറവാട്ട് സ്വത്തോ മറ്റോ ആണെന്നാണ് ഇവന്റെ വിചാരം. മാത്രല്ല ഇവൻ ജിഫ്രി തങ്ങളാകുവാൻ നോക്കുകയാണ്. EK വിഭാഗം സമസ്തയുടെ പ്രസിഡന്റ് ആണല്ലോ ജിഫ്രി മുത്തുക്കോയത്തങ്ങളെ മാറ്റിയിട്ട് ഇവനെ അവിടെ അവരോധിച്ചിട്ടുണ്ട്. ഇവന്റെ വർത്താനം കേട്ടാല് നമ്മക്ക് തോന്നുക സുന്നികൾ തമ്മിൽ ഐക്യപ്പെടണമെങ്കിൽ AP സമസ്തയുടെ സ്വത്ത് അങ്ങനെ ഇവന് കൊടുക്കണമെന്നാ ഓൻ പറയുന്നത്. നിങ്ങളൊന്ന് കേട്ടുനോക്കിയാത്. നിങ്ങൾ ആദ്യം കാണിച്ചു കൊടുക്കി, തറവാട്ടിലേക്ക് മടങ്ങി ശംസുൽ ഉലമയുടെ വഴിയിലേക്ക് പോയി. മടങ്ങുമ്പോ ഐക്യമാണല്ലോ, സ്ഥാപനവും ബിൽഡിങ്ങും സ്വത്തും ഒക്കെ ഒന്നിച്ചുള്ള ഒന്നിൽ രജിസ്റ്റർ ചെയ്ത് നീങ്ങി. അതിന് തയ്യാറല്ല, ഐക്യം കണ്ട് അത് നടക്കൂല. കേട്ടില്ലേ സഹോദരങ്ങളെ? ഇപ്പോഴത്തെ കാലത്ത് ഈ വർത്താനോ ഓജ കെട്ടിയോള് പോലും കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇവൻ ഈ ജാതി പറയുന്നത്. ഇവന്റെ ബുദ്ധിയും വിവരവും നിങ്ങളൊന്ന് അളന്നു നോക്കിയാൽ ഇവൻ ഗുരുത്തം കെട്ടനാന്ന് പറഞ്ഞ ടീമാണ് EK സമസ്തയുടെ നേതാവ് അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി. അതുപോലെ തന്നെ എസ്കേലിട്ട് കയറിയില്ല, നമ്മളിട്ട് കൂട്ടുന്നില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോ രണ്ടാമതായിലേക്ക് പോയി. അപ്പൊ അമ്പലക്കടവ് പറഞ്ഞെന്താ, ഇനി വരാനായിട്ടില്ല, നമുക്ക് ആലോചിക്കാം, ഇനി കുറച്ചു കാലം ഇങ്ങനെ വയന്ന് നടക്ക്, ഇന്നൊന്ന് ഞങ്ങൾക്ക് പരിശോധിക്കാനുണ്ട്, എന്നിട്ട് കയറ്റുമൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് ഇവനെ തിരിച്ചയച്ചതാ. അങ്ങനെ EK സമസ്തയിലും ഇല്ല, AP സമസ്തയിലും ഇല്ല. AP സമസ്തക്കാരും അംഗീകരിക്കുന്നില്ല, EK സമസ്തക്കാരും അംഗീകരിക്കുന്നില്ല. എല്ലാരും തള്ളി. ഇവന്റെ ഈ വാദങ്ങളൊക്കെ പേച്ചതാണെന്ന് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പല പ്രഭാഷണങ്ങളിലൂടെ പറയാൻ തുടങ്ങി. ഇവനെ ചവറ്റുകൊട്ടയിലേക്ക് രണ്ട് സമസ്തയും വലിച്ചെറിയുമ്പോഴാണ് ഇവൻ സമസ്തയുടെ കാര്യത്തിൽ ഇടപെടുന്നത്. ഏതുപോലെ ഒരു ചേര തവള പിടിച്ചു, തവളയാവട്ടെ ഭക്ഷിക്കേണ്ട ഒരു ജീവി അങ്ങോട്ട് പോകുന്നത്, അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തവള ശ്രമിക്കുന്നത്. സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നല്ല നോക്കുന്നത്, അപ്പുറത്തുള്ള ഭക്ഷണം തട്ടിയെടുക്കാനാണ് ഈ തവള ശ്രമിക്കുന്നത്. ഇതുപോലെയാണ് ഇവന്റെ അവസ്ഥ. ഇവൻ എവിടെയാണെന്ന് ഓനിക്ക് തന്നെ അറിയില്ല. അന്നേരാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് സ്വത്തപ്പുറം കൊടുക്കണോ സ്വത്തിപ്പുറം കൊടുക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഉളുപ്പും മാനവും ഇല്ലാത്ത, വിവരം അന്തമില്ലാത്ത ഈ ചങ്ങാതിന്റെ വർത്താനം കേൾക്കാനാണ് നിങ്ങളെ കാണുന്ന 4 കസേരമേലുള്ള ആ 4 ആൾ ഇരിക്കുന്നത്. ഓല കാര്യം മഹാ കട്ടപ്പക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.